ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചൈനീസ് ഫുഡ്, വെരി ടേസ്റ്റി ആയിട്ടൊരു ചൈനീസ് ഫുഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ഇതുപോലെ ബ്രോക്കലി ഇതേപോലെ ഇങ്ങനെ കുറച്ച് തിന്നായിട്ട് ഇഞ്ഞത് 2 കപ്പ് വേണം. ഇനി വേണ്ടിയത് നമുക്ക് 1 കപ്പ് ചിക്കൻ ബ്രസ്റ്റ് വേണം. അതായത് ഇത് 1 പൗണ്ട് ചിക്കൻ ബ്രസ്റ്റ് കഴുകി നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് നടുക്കും കൂടി ഒന്ന് വരഞ്ഞിട്ട്, അതായത് ഒരു തിൻ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വേഗത്തില്ല. ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് വേഗണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് നമുക്കിങ്ങനെ ചെറിയ ചെറിയ തിന്ന് പീസുകളായിട്ട് നമുക്കിങ്ങനെ സ്ട്രിപ്സായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് ഞാൻ മാറ്റി വെച്ചു. അപ്പം നമ്മൾക്ക് ഞാൻ നേരത്തെ 2 കപ്പ് ബ്രോക്കലി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ബ്രോക്കലി, 1 കപ്പ് ചിക്കനുമായി. 1/2 കപ്പ് സബോള നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ലൈം നമുക്കിടാം. പിന്നെ കോൺ സ്റ്റാർച്ച്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ടു. ഇനി നമുക്ക് വേണ്ടിയത് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ വാട്ടർ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിലോട്ട് നമുക്ക് ആ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതൊന്നും നമുക്ക് മാറ്റി. നമ്മൾക്ക് കുക്കിംഗ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സോയ് സോസ് വേണം. അത് ലെസ് സോഡിയത്തിൻ്റെയാണ് എടുത്തത്, ഇച്ചിരി ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾക്കൊരു 6 ടേബിൾ സ്പൂൺ നമ്മൾക്ക് വേണം. നമുക്കൊരു 6 ടേബിൾ സ്പൂണ് നമ്മൾക്ക് ഈ സോസ് ഒഴിച്ചിട്ട് നമ്മൾക്ക് 1 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ വേണം. ബ്രൗൺ ഷുഗർ ഇല്ലാത്തൊരു ശർക്കര ചീകിയിട്ടാൽ മതി. ബ്രൗൺ ഷുഗർ ഇട്ടു. ഇനി വേണ്ടിയത് നമ്മൾക്ക് ചുക്കുപൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി വേണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടി വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കുക്കിംഗ് സോസായി, മാരിനേറ്റഡ് ചിക്കനായി, 2 കപ്പ് കട്ട് ചെയ്ത ബ്രോക്കലി ഉണ്ട്. അപ്പോൾ ഈ 3 സംഗതികളുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒരു പാൻ, ഒരു മീഡിയം ലോയിൽ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക. അത് നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിക്കുക. ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു. അത് ചെറിയ തീയിൽ തന്നെ ഇത് വറുത്തെടുക്കണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ തീ കൂടിപ്പോയാൽ ഇത് കണ്ടന്മാനം കരിഞ്ഞു പോകും. അപ്പം ഞങ്ങൾ പീനട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇനി പീനട്ട് അല്ല, നിങ്ങൾക്ക് കാഷ്യൂ ആണെങ്കിൽ അതും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ വറുത്തെടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ വെള്ള കളറങ്ങ് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി വേറെ പാത്രത്തിലോട്ട് എടുക്കാം. ആ സെയിം പാനിലോട്ട് അര ടേബിൾ സ്പൂൺ ഉണ്ട് നമുക്ക്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഒലിവ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ല, അത് നമുക്ക് അതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് വേഗണം ഇത്. അപ്പോൾ ഇത് ഇച്ചിരി സമയം എടുക്കും, ഒരു 3-4 മിനിറ്റ് എടുക്കും ഇത്. അപ്പോൾ ഇത് 3-4 മിനിറ്റ് ആയി കേട്ടോ. അന്നേരത്തേക്ക് ഇത് ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് ഇതേപോലെ കളറാകുമ്പോൾ നിങ്ങൾക്ക് വെന്താന്ന് നോക്കണം. ഇതേപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി ആ സ്പൂൺ കൊണ്ട്. അപ്പോൾ അത് ശരിക്കും കട്ട് ആവുമെങ്കിൽ അത് വെന്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൂടി ഒരു ലൈറ്റ് ബ്രൗണൊക്കെ, ഒരു ഗോൾഡൻ കളറൊക്കെ, യെല്ലോ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റെഡിയായി ഇത് കോരിയെടുക്കാം. അപ്പോൾ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക്, ഷെയർ ചെയ്യാനും ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി അടുത്ത് നമുക്ക് ആ ഓയിലൊന്നും ഒഴിക്കണ്ട. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനില്ലേ, ആ ഒനിയൻ നമ്മളിടുക. ഇച്ചിരി കൂടി തീ വേണമെങ്കിൽ കൂട്ടി വയ്ക്കുക. ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ മീഡിയം തീയിൽ മാത്രമേ നമ്മൾ വെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു യെല്ലോ കളറൊക്കെ ഇതിൻ്റെ വൈറ്റ് കളർ പോയി ഒരു യെല്ലോ കളറ് ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ ക്രഷ്ഡ് പെപ്പറില്ല, അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ ഇല്ലാത്തവർ നമ്മൾക്ക് ഈ ഉണക്കമുളക് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കീറിയിട്ടാൽ മതിയായിരിക്കും. നമുക്ക് ആ ക്രഷ്ഡ് പെപ്പർ ക്രഷ്ഡ് പെപ്പർ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് തീ കുറച്ചിട്ടിരിക്കണം, നല്ലതായിട്ട് കുറച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ക്രഷ്ഡ് പെപ്പർ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തീ നല്ലതായിട്ട് കുറച്ചിട്ടിട്ട് അടുത്ത ഐറ്റം നമ്മൾ ബ്രോക്കളിയാണ് ഇടുന്നത്. ബ്രോക്കളി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ബ്രോക്കളി ഇട്ടിട്ട് ഈ ബ്രോക്കളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ 2-2.5 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്നും കൂടി ശകലം കൂടി ഒരു സോഫ്റ്റ് ആക്കാം. ഇത് ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കേട്ടോ നമുക്ക് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ഇതൊരു ടെൻഡർ ആകാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഇനിയും ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞു. ഇപ്പം വേണ്ട എല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറുമായി. നമുക്കിനി ഇത് തുറന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള സംഗതികളെല്ലാം കൂടി നമുക്കതിലേക്ക് ഇടാം. ബ്രോക്കലി വേകുന്ന നേരത്തുണ്ടല്ലോ നമുക്ക് ഇതിന് പച്ചരിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ആ ചോറും നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ അതുണ്ടാക്കി വെച്ചിട്ടില്ലേ ആ സോസ്, അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ഒഴിക്കാനായിട്ട്. ഞാൻ മിക്സ് ചെയ്യാൻ മറന്നുപോയി. അപ്പം അത് കാരണം ഇതിങ്ങനെ അടിയിൽ ഇച്ചിരി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ആ സോസ് ഒഴിച്ചു. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇല്ലേ, അത് നമുക്കിടാം. അതിവിടെ നിങ്ങൾക്ക് കശുവണ്ടി വേണമെങ്കിലും ഇടാം, കാഷ്യൂനട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. രണ്ടും ടേസ്റ്റാണ്. ഇഷ്ടമുള്ളതുപോലെ നിങ്ങളിടാം. എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് നിങ്ങളൊരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചു വരണം കേട്ടോ. ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഇത് നോക്കിക്കുക, എല്ലാം നല്ലതായിട്ട് പിടിച്ചതിലിരിക്കുന്ന എല്ലാം നല്ല ടേസ്റ്റ്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ തീ ഇച്ചിരി കൂടി കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. മീഡിയത്തിൽ നിന്ന് ഇച്ചിരി കൂടി കുറച്ച് വയ്ക്കണം. ഇനി നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഒരു 2 പേരിൽ കൂടുതൽ കഴിക്കാനുള്ള സംഗതികളുണ്ട്. ഇത് പച്ചരിച്ചോറിൻ്റെ കൂടെയാണല്ലോ നമ്മളിത് കഴിക്കുന്ന, സ്റ്റിക്കി റൈസിൻ്റെ കൂടെ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ സ്റ്റിക്കി റൈസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബൗളിലോട്ട് എടുത്ത് ഇങ്ങനെ കമത്തിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ തുറക്കും. എൻജോയ്. ബൈ ബൈ നൗ. താങ്ക്